സർക്കാർ അധികാരത്തിൽ വന്നതോടെ നേതാക്കൾ അവരുടെ വഴിക്കും പാവം അണികൾ അവരുടെ വഴിക്കും പോകുകയാണിപ്പോൾ. മന്ത്രിമാരാകട്ടെ പ്രവർത്തകരെ പുച്ഛത്തോടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന വ്യാപകമായ പരാതിയും ഉയർന്നു വന്നിരിക്കുന്നു. അതോടെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് നേതൃത്വം. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന പരാതിയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം വിളിച്ചത് എന്നിരിക്കെ മന്ത്രിമാർക്ക് ഏത് തരത്തിലുള്ള പണി വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പണിയെടുത്ത പ്രവർത്തകരെ തഴയുന്നത് തരത്തിലുള്ള വിമർശനം എല്ലാ പാർട്ടികളിലും, പ്രത്യേകിച്ച് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും വളരെയധികം വന്നു കഴിഞ്ഞു. കോൺഗ്രസിലാണെങ്കിൽ പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് പ്ലീഡർ പദവിയൊക്കെ നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതുപോലെ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും ഇതുപോലെ പുറത്തു നിന്നുള്ള പാർട്ടിക്കാരെ ഉൾപ്പെടുത്തി എന്നുള്ള ആക്ഷേപവുമൊക്കെ കേട്ടതാണ്. ഇതെല്ലാം വളരെ ഗൗരവമായി മുസ്ലിം ലീഗ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രകാരം സ്റ്റാഫ് നിയമനവും PM ശ്രീയും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് പാണക്കാട്ട് വച്ചാണ് യോഗം ചേരുന്നത്. നേരത്തെ സ്റ്റാഫ് നിയമനങ്ങളിൽ പാർട്ടിയുടെയോ യൂത്ത് ലീഗ് അതുപോലെ MSF തുടങ്ങിയ പോഷക സംഘടനകളുടെയോ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നും മന്ത്രിമാർ അവരുടെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുവെന്നുമുള്ള ഒരാക്ഷേപം വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ പല വിഷയങ്ങളുമായി അവരുടെ മന്ത്രിമാരെ സമീപിക്കുമ്പോഴൊക്കെയും കടുത്ത അവഗണനകളും അല്ലെങ്കിൽ ഒരു പരിഹാസമൊക്കെ നേരിടുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസ് MLA-മാർ പരിഗണിക്കുന്ന അത്ര പോലും ലീഗ് മന്ത്രിമാർ തങ്ങളോട് പരിഗണന കാണിക്കുന്നില്ല എന്നുമുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. MLA ആയാലും മന്ത്രിമാരായാലും അവരെയെല്ലാം വ്യക്തമായി വിലയിരുത്തുമെന്നും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം ആദ്യം തന്നെ പറഞ്ഞതാണ്. പക്ഷേ എല്ലാം വാക്കുകളിൽ ഒതുങ്ങിയെന്നാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. ജനപ്രതിനിധികളുടെ പ്രകടനം വിലയിരുത്തുമെന്ന് നേരത്തെ ലീഗ് നേതൃത്വം വ്യക്തമാക്കിയതല്ലാതെ ഇപ്പോഴും തോന്നിയ പോലെയാണ് പ്രതിനിധികൾ പെരുമാറുന്നത് എന്ന പരാതികൾ ശക്തമായതോടെയാണ് മന്ത്രിമാരുടെ പ്രകടനങ്ങൾ വിലയിരുത്തുക, അതുപോലെ വിവാദ വിഷയങ്ങളിൽ കൂടിയിരുന്ന് ചർച്ച നടത്തുക എന്ന ഉദ്ദേശത്തോടെ മന്ത്രിമാരെയെല്ലാം പാണക്കാട്ടേക്ക് വളരെ അടിയന്തരമായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതി, സ്റ്റാഫ് നിയമനം, മദ്യനയത്തിലെ നികുതി ഇളവ് തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ചർച്ചയായേക്കും എന്നുള്ളതാണ് വിവരം. നാളെ 9 മണിക്ക് വിളിച്ച യോഗത്തിൽ അത് എത്രത്തോളം ചർച്ചയാകുമെന്നുള്ളത് വ്യക്തമായിട്ടില്ല. ചായ സൽക്കാരം എന്ന ഒരു പേരിലാണ് മന്ത്രിമാരെ പാണക്കാട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മുന്നണിയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിതെളിക്കും. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒന്നും ഇനി തീരുമാനവുമാകാനില്ല. ലീഗിന് അതിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. അത് തുടരുക തന്നെ വേണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ മദ്യനയവും മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമാണ്. ഏതായാലും മുസ്ലിം ലീഗ് തെറ്റുതിരുത്തുന്നു എന്നാണ് ഈ യോഗം വിളിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്.